ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്നെയാണ് ഇന്നൊരുങ്ങി നിൽക്കുന്നത്. എൻ്റെ ഫ്രണ്ട് നമ്മൾ വർക്ക് ചെയ്യണതായിരുന്നു കാത്ത് ലാബിലായിരുന്നു, നമ്മുടെ എക്കോലാണ്. കാത്ത് ലാബിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഷിഫാനില്ലേ ഞങ്ങളുടെ സഹോ. അപ്പോൾ കല്യാണമാണ് ഇന്ന്. ഞങ്ങളെല്ലാവരും പോകുന്നുണ്ട്. അപ്പം ഞാൻ ഇനി നേരെ തൃശ്ശൂർ പോയി അവിടെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോകാനാണ് പ്ലാൻ. അപ്പോൾ ഇങ്ങനെ എൻ്റെ ഡ്രസ്സ് നമ്മൾ സനയുടെ കല്യാണത്തിന് വാങ്ങിയ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ നോക്കട്ടെ. ഇപ്പോൾ ട്രെയിനിൽ പോകണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ട്രെയിൻ മിസ്സായിട്ടുണ്ടാകും. രാവിലെ തന്നെ ഇവിടെ കറണ്ട് പോകും. അപ്പം നമുക്ക് അയൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി. കാരണം കറണ്ട് പോകുമ്പോൾ ഇൻവേർട്ടറിൽ അയൺ ബോക്സ് ഒന്നും വർക്കാവില്ല. അങ്ങനെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഡ്രസ്സൊക്കെ തേച്ചത്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കട്ടെ കേട്ടോ. രാവിലെ തന്നെ നമുക്ക് കഴിക്കാൻ അവിൽ മിൽക്കാണ് ഇതാട്ടോ. അമ്മ ഇപ്പോൾ 2 ദിവസമായിട്ട് ഉണ്ടാക്കാൻ എളുപ്പമാണ്, പിന്നെ ടേസ്റ്റിയാണ്. നമ്മുടെ വയറൊന്നും അറിയും കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ മാവിൻ്റെ അവിടെ ഒരു കിളി വന്നിട്ട് കൂട് കൂട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ആളിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് കരുതിയതാണ്. കണ്ടില്ല, നല്ല ചുവപ്പ് കളറും ചുവപ്പും കറുപ്പൊക്കെ കൂടിയിട്ടുള്ളൊരു പക്ഷിയാണ് കേട്ടോ. അപ്പോൾ എന്നെ കണ്ടപ്പോഴേക്കും അത് ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ആൾ മുട്ടയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ അടയിരിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ആരെങ്കിലും കണ്ട അപ്പം പറഞ്ഞു പോകട്ടോ. ഞാൻ ബസ്സിൽ കയറി. നല്ല വെയിലുണ്ട് കേട്ടോ. ഇനി തൃശ്ശൂർ എത്തുമ്പോൾ അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് തൃശ്ശൂർ എത്തിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ ബസ് ഗുരുവായൂരിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാർക്കിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് ഗരുഡനെ കാണാൻ പറ്റും. അങ്ങനെ ഇതാ ഒരു മണിക്കൂറിനൊക്കെ ശേഷം ഞാൻ തൃശ്ശൂർ എത്തിയിട്ട് അവിടെ സനയും ദയും പിന്നെ സനയുടെ ഉമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വന്ന പാടെ ഞാൻ പോയിട്ടൊരു ഓറഞ്ച് ജ്യൂസ് വാങ്ങി കുടിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് തണുപ്പുള്ള എന്തെങ്കിലും കുടിക്കാമെന്ന്. അങ്ങനെ ഞങ്ങളിതാ തസ്നനെ വെയിറ്റ് ചെയ്ത് നിന്നു. തസ്ന ഒരു അരമണിക്കൂറൊക്കെ എടുത്തു കേട്ടോ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പാലക്കാടിലേക്ക് ബസ് കയറി. വടക്കഞ്ചേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടോ നമ്മൾ ഇറങ്ങിയത്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓഡിറ്റോറിയം എത്തി. സെൽവം എന്ന് പറഞ്ഞൊരു ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. പോയ ഉടനെ തന്നെ ഭയങ്കര ദാഹമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ലെമൺ ജ്യൂസ് എടുത്ത് കുടിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ മെല്ലെ മുകളിലോട്ട് കയറി ചെന്നു. താഴത്തെ നിലയിൽ ഫുഡ് കൊടുക്കുന്ന സ്ഥലം ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു കേട്ടോ നമ്മുടെ ഓഡിറ്റോറിയം ഉണ്ടായിരുന്നത്. അവിടെ സഹോനെ കേറ്റിനെ ഉണ്ടായിരുന്നുള്ളൂ. ഇതെന്താ യൂട്യൂബ് വീഡിയോ ഉണ്ടോ? അത് ഓൺ വോയിസ് കിട്ടാനായിരിക്കും ചിലപ്പോൾ. അങ്ങനെ സഹോ സ്റ്റേജിൽ കയറി. ഇത് മെഹർ, നമ്മുടെ മുസ്ലിംസിൻ്റെ താലിമാലേനെ അങ്ങനെ തന്നെയാണ് പറയാൻ തോന്നുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുക്കുമായിരുന്നു. പക്ഷേ ഈ തട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇട്ട് കൊടുക്കാൻ കുറച്ച് അവർ പാടുപെട്ടു തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബഹളമാണ് നമ്മൾ സ്റ്റേജിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അവരുടെ യൂഷ്വൽ ഫോട്ടോഷൂട്ട്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം സ്റ്റേജിൽ ഇരുന്നതിന് ശേഷം താഴോട്ട് ഇറങ്ങി കേട്ടോ. താഴോട്ട് ഇറങ്ങിയപ്പോൾ വിചാരിച്ചു ഇനി ഫുഡ് കഴിച്ച് മുകളിലോട്ട് കയറാന്ന്. അപ്പോൾ ബിരിയാണി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റുള്ള മാങ്ങച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓൾറെഡി പാലക്കാട് ആ ഒരു ഏരിയ ഉണ്ട്, നല്ല ചൂടായിരുന്നു. അതിൻ്റെ കൂടെ ചൂട് ബിരിയാണി കഴിക്കാൻ കുറച്ച് പണി പെട്ടു കേട്ടോ. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ഞങ്ങൾ 4 പേരും 4 കളർ പോലത്തെ ഡ്രസ്സായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചുമ്മാ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇത് നമ്മുടെ കുതിരാൻ തുരങ്കമാണ്. അപ്പോൾ പിന്നെ ബസ് അതേ കൂടെ പോയപ്പോൾ ഞാൻ വെറുതെ എടുത്താട്ടോ, ചുമ്മാ ഒരു പട്ടിഷോയ്ക്ക് വേണ്ടി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇരുട്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട്. കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ, ഒരു 2-3 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ പോകാനുണ്ടാവും. ഗുരുവായൂർ എത്തിയതിനു ശേഷം ഞാൻ നേരെ കടയിൽ കയറിയിട്ട് അമ്മമ്മയ്ക്ക് മാക്സി വാങ്ങാം വിഷുവിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ള മരാഫിലും കയറി. അമൂലിൽ വന്നതാണ് ഗൈസ്. വെയിലത്താണ് വന്നിട്ട് ഭയങ്കര ചൂട്. അപ്പം ഞാൻ വിചാരിച്ചു ഐസ്ക്രീം എന്തെങ്കിലും കഴിക്കാൻ. അങ്ങനെ അമൂല് വന്നിരിക്കാൻ നമ്മളൊരു സ്കൂപ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അഫ്ഗാൻ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ. അതിപ്പോൾ വരും. ഇത്ര നേരം വെയിലും പൊടിയൊക്കെ കൊണ്ട് എൻ്റെ ഭയങ്കര ഒരു ക്ഷീണവും മാറ്റമൊക്കെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പൊട്ട എവിടെയൊക്കെയോ കാണാണ്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഐസ്ക്രീം വന്നു, അഫ്ഗാൻ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ എന്തായിരുന്നു കേട്ടോ ഐസ്ക്രീമിൻ്റെ പേര്. അപ്പോഴേക്കും എൻ്റെ അനിയൻ വന്നു. എന്നിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. രാത്രി ആയപ്പോൾ നമ്മൾ കണിക്കൊണ്ട വാങ്ങാൻ പോയി കേട്ടോ. ഗുരുവായൂർ തന്നെ പോയിട്ട് നമ്മൾ കണിക്കൊണ്ട വാങ്ങിയത്. മുമ്പ് അമ്മമ്മയുടെ വീട്ടിൽ ഉണ്ടാവാറുണ്ടായിരുന്നു കേട്ടോ കണിക്കൊന്ന. ഇപ്പോൾ തൊട്ടങ്ങനെ ഉണ്ടാവാറില്ല തോന്നുന്നു. അപ്പോൾ നമ്മൾ അമ്മമ്മയുടെ വീട്ടിൽ പോയി മാക്സി ഒക്കെ കൊടുക്കാൻ വേണ്ടി പോയതാട്ടോ. പിന്നെ നമുക്ക് കുറച്ച് പിറ്റേ ദിവസം കണി വയ്ക്കാനുള്ള ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ അമ്മയും കൂടി അതിന് വേണ്ടി ഇറങ്ങി കുറേ ഫ്രൂട്ട്സ് വാങ്ങി. പിന്നെ കണി വെക്കാനുള്ളൊരു കണിവെള്ളരി ആട്ടോ അമ്മ തപ്പിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ രാത്രി പോയതുകൊണ്ട് തന്നെ കുറേ നല്ല നല്ല കണിവെള്ളരികളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ കുഞ്ഞ് പൈനാപ്പിളൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അത് കുറച്ചെടുത്തു. പിന്നെ ഒരു കുഞ്ഞ് തണ്ണിമത്തനൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടോ നോക്കി കുറേ നേരം. അനിയൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ വരെ അവിടെ നിൽക്കാനുള്ള മടി കൊണ്ട് ഞങ്ങൾ ആ ചാക്കും പിടിച്ച് നടന്നു കേട്ടോ. കുറച്ചിരുന്നപ്പോഴേക്കും അവൻ എത്തി. ഗൈസ്, അങ്ങനെ ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴെ നമ്മുടെ ഹാളൊന്ന് ജസ്റ്റ് അടിച്ചു വാരി തുടയ്ക്കണം. പിന്നെ സിറ്റ് ഔട്ടൊന്ന് അടിച്ചു വാരി തുടയ്ക്കണം. അതിനുശേഷം നമുക്ക് വിളക്കുകളും പിന്നെ കൃഷ്ണനെയൊക്കെ ഒന്ന് നന്നായി കഴുകി എടുക്കണം കേട്ടോ. നമ്മൾ ഒരു പൊടിയുണ്ട് കേട്ടോ, നീലാമരി അല്ല,
പീതാമ്പരി, ആ പൊടി വെച്ചിട്ടാണ് നമ്മൾ വിളക്കൊക്കെ കഴുകാറുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചതിന് ശേഷം നമുക്ക് കണി ഒരുക്കണം. കണി ഒരുക്കിയിട്ട് കുറച്ച് പടക്കങ്ങളൊക്കെ പൊട്ടിച്ചതിന് ശേഷം വേണ്ടിയിട്ട് കടന്നുറങ്ങാൻ. ഇവിടെ സൈഡിലുള്ള പരിസരത്തൊക്കെ പടക്കങ്ങൾ പൊട്ടിച്ചു തുടങ്ങി, നമ്മൾ മാത്രം ഇതായിട്ടൊന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ അമ്മേനെ ചെറുതായിട്ട് ഹെൽപ്പൊക്കെ ചെയ്യാണ്ടാവും. നമ്മൾ കാളനും പുളിഞ്ചൊക്കെ തലേദിവസം ഉണ്ടാക്കിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് താഴേക്ക് ഇറങ്ങിയിട്ട് ആദ്യം നമുക്ക് വിളക്കൊക്കെ കഴുകി വയ്ക്കാം കേട്ടോ. ഇങ്ങനെ ഓരോ ഫെസ്റ്റിവൽസൊക്കെ വരുമ്പോഴാണല്ലേ നമ്മൾ നമ്മുടെ വിളക്കും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ കഴുകിക്കുക. കുറച്ചധികം കഴുകിക്കാണ്ടായിരുന്നു. നമ്മുടെ കൃഷ്ണൻ ഉണ്ടായിരുന്നു, പിന്നെ പുറത്ത് തൂക്കിയിട്ടിരുന്ന ഒരു വിളക്കുണ്ടായിരുന്നു, പിന്നെ കണി വെക്കാനുള്ള ഒരു ഉരുളി ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി വെച്ചതിന് ശേഷം ഞാൻ അമ്മയും കൂടി കുറച്ച് പടക്കം പൊട്ടിക്കാമെന്ന് കരുതി കേട്ടോ. അനിയൻ്റെ സെറ്റുമായിട്ട് വിഷുക്കണി ഒരുക്കാൻ പോകുന്നുണ്ട് അവർ. മീൻസ് എല്ലാ വീട്ടിലും ഇങ്ങനെ വിഷുക്കണി കാണിക്കാൻ പോകുമല്ലോ, അപ്പോൾ അതിന് പോയേക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പടക്കമൊക്കെ പൊട്ടിക്കാന്ന് എഴുതിയിട്ടോ. അങ്ങനെ അമ്മയൊക്കെ പടക്കം പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അല്ലേ ഗൈസ്, ഇതിന് നമ്മുടെ ഇവിടെ മത്താപ്പ് എന്നാണ് പറയുക. അത് നമ്മളിവിടെ തീപ്പെട്ടി ഉരയ്ക്കണ പോലെ ഉരച്ചിട്ട് കത്തിക്കാം. നിങ്ങളവിടെ ഇതിനെന്ത് പേരാണ് പറയാതെ കമന്റ് ചെയ്യുന്നു. നല്ല ശരി കാണാൻ സ്റ്റാർ ഷേപ്പിൽ വരും. നിർത്തിയിരിക്കുകയാണ്. തിരിച്ചു വിളിക്കണം. ബാക്കി നാളെ നമ്മളപ്പുറത്തെ പിള്ളേർ വിളിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവരവിടെ വീട്ടിലില്ല. അപ്പോൾ നാളെ അവർ ഉണ്ടാവും എന്ന് വിചാരിക്കും. പിന്നെ നാളെ കസിൻസൊക്കെ വരുന്നുണ്ട്. ബാക്കി അധികം നാളെ നമുക്ക് കണി വെക്കാൻ പോവാം. അങ്ങനെ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കണി വെക്കാനുള്ള ഒരുക്കങ്ങളാവാട്ടോ. ആദ്യം തന്നെ ഞാൻ കണി വെക്കണ ഒരു ഹാളും പിന്നെ നമ്മുടെ മുമ്പിലെ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചു കിട്ടോ. ബാക്കിയൊക്കെ പിറ്റേ ദിവസം തുടക്കി അടിക്കുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്കിനി കണി വെക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, നമ്മുടെ കണി ഇതാ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് കുറേ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു വെള്ളരിക്ക നമ്മുടെ വീട്ടിൽ ഉണ്ടായതാണ്. പിന്നെ ഈ ഒരു കോവയ്ക്ക നമ്മുടെ വീട്ടിൽ ഉണ്ടായതാണ്. പിന്നെ ഇതാ മത്തങ്ങ, പഴം, കായ, പിന്നെ പൈനാപ്പിൾ ഉണ്ട്, തേങ്ങയുണ്ട്. പിന്നെ ഇത്തവണ കേട്ടോ ഞാൻ നമ്മുടെ വാട്ടർ മെലനെ ദേവിയുടെ സങ്കല്പമായിട്ടാണ് വെക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദേവീനെ മുകളിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ തിരുവടയാട് ശരിക്കും ഇങ്ങനെ ചുറ്റും വരേണ്ടതായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ അത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൃഷ്ണനെ കാണില്ല, കാരണം വലിയ തിരുവടയാടാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ കൊല്ലം വെച്ച പോലെ തന്നെ കൃഷ്ണൻ്റെ ബാക്കിലായിട്ടാണ് തിരുവടയാട് വെച്ചിട്ടുള്ളത്. ശരിക്കും കണി വയ്ക്കാൻ കുറേ റൂൾസും പിന്നെ എന്തൊക്കെയോ ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കതൊന്നും അറിയില്ല. നമ്മൾ സാധാരണ വയ്ക്കണ പോലെ വെക്കണം. പിന്നെ അത് അവിടെ ഒരു കിണ്ടിയിൽ
വെള്ളം നിറച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കോയിൻസ് ഒരു ഉരുളിയിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. പറയിൽ നമ്മൾ അരി നിറച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മഞ്ചാടി ഉണ്ട്. പിന്നെ അച്ഛൻ്റെ മുണ്ടും നോട്ടും കുറച്ച് കോയിൻസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ മുരുകനുണ്ട് കേട്ടോ. പിന്നെ ഇതാ കൃഷ്ണൻ നമ്മൾ തുളസിമാല ചാർട്ടി എടുത്തിട്ടുണ്ട്. ഉള്ളിലുള്ള ഈ 2 കൊന്ന ഒറിജിനൽ, അതിൻ്റെ സൈഡിൽ കണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ആട്ടോ. അത് ഞാൻ മേക്കപ്പ് വീഡിയോ എടുക്കുമ്പോൾ ഇടാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അമ്മയുടെ സൈഡിൽ വെച്ചാട്ടോ. പിന്നെ നമ്മുടെ ദേവി ഗണപതി ഉണ്ട്. രാവിലെ ആകുമ്പോൾ ഒന്നുകൂടി ടെസ്റ്റ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കും നമ്മൾ കണിയൊരുക്കാൻ. കാരണം നമുക്ക് അതിൽ ഒരുക്കിയിട്ട് നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണമല്ലോ. കൊള്ളാലോ കണി. അപ്പോൾ നമ്മൾ രാവിലെ കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവും ഇങ്ങനെ കൃഷ്ണനെ കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ വരണ വരെ ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനായി. അപ്പോൾ ഇനി നാളെ രാവിലെ എണീറ്റിട്ട് കണി കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണാം. വേഗം പോയി ഉറങ്ങട്ടെ. ശരിക്കും ഒരു 4 മണി 4:45 കണി കാണുമെന്നാണ് പറയാം കേട്ടോ. അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്ക് എണീക്കാം. പിന്നെ അനിയൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇതൊക്കെ കണി നടക്കുമല്ലോ, അങ്ങനെ പിള്ളേരെല്ലാവരും കൂടി അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ എവിടെയും വരും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് വന്നായിരിക്കും. ടാറ്റാ.